എൻ്റെ പേര് സൽമാൻ എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിൽ നിന്നാണ്. എൻ്റെ സംശയം, ഈ മൗലൂദ് ആഘോഷങ്ങളുടെ മഹത്വം 4 ഖലീഫമാരും അതുപോലെ മറ്റ് പല പ്രമുഖരും പറഞ്ഞതായി പൊതുവെ കേൾക്കാറുണ്ട്. ഇത് ശരിയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തസ്ലീമൻ കസീറ. ഇവിടെ പ്രിയ സുഹൃത്ത് ചോദിച്ചത്, നബിദിനാഘോഷം അത് കൊണ്ടാടുന്നതിൻ്റെ മഹത്വം 4 ഖലീഫമാരും അതേപോലെ തന്നെ മുൻഗാമികളൊക്കെ പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ടല്ലോ, എന്താണ് അതിൻ്റെ വസ്തുത എന്നുള്ളതാണ്. നമുക്കറിയാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചും അതേപോലെ തന്നെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയുണ്ടായത്രേ, ആരെങ്കിലും മൗലിദ് ആഘോഷിക്കുകയാണെങ്കിൽ അവൻ ഇസ്ലാം ദീനിനെ ജീവിപ്പിച്ചു. അതേപോലെ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്ന അല്ലെങ്കിൽ അതിനൊരു ദിർഹം ചെലവഴിക്കുകയാണെങ്കിൽ ഉഹദിലും ഹുനൈനിലും പങ്കെടുത്ത പോരാളികളുടെ പ്രതിഫലം അയാൾ കരസ്ഥമാക്കി എന്നും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് ആഘോഷിക്കുന്ന അയാൾ ഈമാൻ കിട്ടി മരിക്കുകയും അതേപോലെ തന്നെ യാതൊരു വിചാരണയും കൂടാതെ സ്വർഗത്തിൽ പ്രവേശിക്കുകയും ചെയ്യും എന്നൊക്കെ തുടങ്ങി മഹാനായ താബി വര്യൻ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറഞ്ഞു അത്രേ, എനിക്ക് ഉഹുദ് മലയോളം സ്വർണമുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൗലിദ് കഴിക്കാൻ ഞാനത് ചെലവഴിക്കുമായിരുന്നു എന്ന് തുടങ്ങിയ മഹാരഥന്മാരായ ആളുകളെ കുറിച്ച് ശുദ്ധമായ കളവ് ചില ആളുകൾ പറഞ്ഞുണ്ടാക്കുകയാണ്. സഹോദരന്മാരെ, നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് അതേപോലെ തന്നെ ഖുലഫാഉർ റാഷിദുകളുടെ ചരിത്രം 100 കണക്കിന് ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഉള്ള ചരിത്രമാണ്. അതേപോലെ തന്നെ താരീഖാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുലഫാഉർ റാഷിദുകൾ ഇങ്ങനെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആരാണ് പറയേണ്ടത്? ഒന്നില്ലെങ്കിൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരണം, അല്ലെങ്കിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരണം. കാരണം 1400 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ച് വഫാത്തായി പോയ ആളുകളാണവർ. നിഅമത്തുൽ കുബ്ര എന്ന് പറയുന്ന ഒരു ഗ്രന്ഥത്തിൽ, അഥവാ ഈ നിഅമത്തുൽ കുബ്ര എന്ന ഗ്രന്ഥം ഇബ്നു ഹജർ ഹൈതമിയാണ് എഴുതുന്നത്. അദ്ദേഹം കേവലം കഴിഞ്ഞ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്ത് കഴിഞ്ഞ് 1000 വർഷങ്ങൾക്ക് ശേഷം ജീവിച്ച ഒരു പണ്ഡിതനാണ്, ഒരു മനുഷ്യനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഗ്രന്ഥം, അഥവാ 1400 വർഷങ്ങൾക്ക് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ച പോലെ തന്നെ ഹദീസ് ഗ്രന്ഥങ്ങളിൽ വരണം, ചരിത്ര ഗ്രന്ഥങ്ങളിൽ വരണം, താബികൾ പറയണം, ഇമാം ബുഖാരിയോ അതേപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാരോ പറയണം. അങ്ങനെ 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞൊരു സംഗതി 1-ാം നൂറ്റാണ്ടുകാർ പറഞ്ഞില്ല, 2-ാം നൂറ്റാണ്ടുകാർ പറഞ്ഞില്ല. അതേപോലെ തന്നെ അവരൊന്നും രേഖപ്പെടുത്താതെ 1000 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരാളുടെ ഗ്രന്ഥത്തിൽ വരികയാണ്. അപ്പൊ അയാൾക്ക് വഹി ഇറങ്ങിയതാണോ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന, അദ്ദേഹത്തിന്റെ ജീവചരിത്രം പറയുന്ന ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, അതേപോലെ തന്നെ ഹസനുൽ ബസ്രി റഹ്മത്തുള്ളാഹി അലൈഹിയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഒട്ടനേകം ഗ്രന്ഥങ്ങൾ, അതിലൊന്നും പറഞ്ഞില്ല. അപ്പൊ 1000 വർഷം കഴിഞ്ഞതിന് ശേഷം ഒരാൾ പറയാണ്, അത് ശുദ്ധ കളവാണ്. സഹോദരന്മാര്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഖുലഫാഉർ റാഷിദുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ദീനിൽ തെളിവാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞുവല്ലോ, അലൈക്കും ബിസുന്നതി, നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണം, വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, അതേ ഹിദായത്ത് സിദ്ധിച്ചവരായ നേർമാർഗത്തിന്റെ അവകാശികളായ ആ ഖുലഫാഉർ റാഷിദുകളുടെ ചര്യയും നിങ്ങൾ മുറുകെ പിടിക്കണം.
അങ്ങനെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യും, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇത് ചെയ്യും, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇത് പ്രവർത്തിക്കും. അപ്പോൾ അത് ദീനുൽ സുന്നത്തായ കർമ്മമായി. എന്നാലോ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ മദ്ഹബിന്റെ പണ്ഡിതന്മാർക്ക് പരിചയമില്ല. അതേപോലെ തന്നെ ഹദീസ് പണ്ഡിതന്മാർക്ക് പരിചയമില്ല. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിക്ക് പരിചയമില്ല. അതേപോലെ തന്നെ മുൻഗാമികളായ ഒരു പണ്ഡിതന്മാർക്കും പരിചയമില്ലാത്ത, അതേപോലെ തന്നെ ഇത് പുത്തനാചാരമാണ്, ഇത് ബിദ്അത്താണ്, മുൻകറത്താണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുകയും ചെയ്ത കാര്യങ്ങൾ സഹാബത്തിന്റെ പേരിൽ ശുദ്ധ കളവ് കെട്ടിയുണ്ടാക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവരാരും ഇത് ചെയ്തിട്ടില്ല, അവരത് പറഞ്ഞിട്ടില്ല. എന്തിനാ ഇത് കൊണ്ടുവരുന്നത്? നോക്കൂ നിങ്ങൾ സഹോദരന്മാരെ, മഹാനായ നമ്മുടെ നേതാക്കന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട സഹാബത്തിന്റെ പേരിൽ ശുദ്ധ കളവ് പറയുകയാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ മാലിക് സലഫി സൂചിപ്പിച്ച പോലെ തന്നെ അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി, ഇവിടെ ഞങ്ങൾ മുഖല്ലിദുകളാണ്, പണ്ഡിതന്മാർ പറയുന്നത് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അതിനെ തഖ്ലീദ് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങൾ എന്നാണ് ഇവിടെയുള്ള സമസ്തക്കാർ പറയാറുള്ളത്. എന്നാലോ ഇവിടെ സൂറത്ത് യൂനുസിലെ 58-ാമത്തെ ആയത്ത് വബിദാലിക ഫൽയഫ്റഹൂ, ഈ ആയത്തോതിക്കൊണ്ട് ഇവർ പറയും ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മദിനാഘോഷത്തിന്റെ തെളിവാണ്. ആര് പറഞ്ഞു? മുഫസ്സിരിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുണ്ടോ? ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. പിന്നെ ഇവരങ്ങ് വിശദീകരിക്കുകയാണ്. ഇവര് ആയത്തുകൾക്ക് തഫ്സീർ വെക്കുകയാണ്. അപ്പോൾ ഇവരാരാ? മുജ്തഹിദുകളോ? നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് സഹോദരന്മാരെ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും സഹാബത്തിൽ നിന്നും മുൻഗാമികളായ സലഫുസ് സ്വാലിഹികളിൽ നിന്നും അവരിൽ നിന്നൊന്നും കിട്ടാതെ, അവരിൽ നിന്നും വന്നിട്ടില്ല, അവർ പഠിപ്പിച്ചിട്ടില്ല, അവരറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ സഹാബത്തിന്റെ പേരിൽ, ഖുലഫാഉർ റാഷിദുകളുടെ പേരിൽ ശുദ്ധമായ കളവ് കെട്ടിയുണ്ടാക്കി പാവപ്പെട്ട മുസ്ലിമീങ്ങളെ വഴിതെറ്റിക്കുകയാണ് സഹോദരന്മാരെ. അതുകൊണ്ട് സഹോദരന്മാരെ, ഇത് വീറും വാശിയുടെയും കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ അൽ അംറു ബിൽ ഇത്തിബാ വൻ നഹ്യു അനിൽ ഇബ്താ എന്ന ഗ്രന്ഥത്തിൽ പഠിപ്പിച്ച പോലെ ഖിഫ് ഹൈസു വഖഫൽ ഖൗം, അതേ സഹാബത്ത് നിന്നിടത്ത് നിൽക്കുക, അവർ പഠിപ്പിച്ചത് നീ പ്രവർത്തിക്കുക. ഇമാം ഔസാഇയെ പോലെയുള്ള പണ്ഡിതന്മാർ പഠിപ്പിക്കുകയുണ്ടായി. അതാണ് സ്വർഗം കരസ്ഥമാക്കാൻ ആഗ്രഹിക്കുന്ന, അതേപോലെ തന്നെ നരകത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരു മുഅ്മിൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഈ ചോദ്യത്തിന് പ്രതികരിക്കാനുള്ളത്. ജസാക്കുമുല്ലാഹ്. സ്വഹാബത്തിൻ്റെ ആദിമ തലമുറകളുടെ ഒരു പിൻബലവും സഹിഹായ ഒരു റിപ്പോർട്ടുകളിലും ഈ വിഷയത്തിൽ വന്നിട്ടില്ല എന്നാണ് ബഹുമാന്യനായ ഷുറൈഹ് സലഫി നമ്മെ ബോധ്യപ്പെടുത്തിയത്.